ഞങ്ങൾ എലിഫൻറ്റ് സഫാരിക്ക് ശേഷം പിന്നെ നേരെ പോയത് അവിടെയുള്ളൊരു ട്രെയിൻ മാർക്കറ്റ് എന്ന് പറയും. ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് പോലെ തന്നെ ട്രെയിനിനോട് റെയിൽവേ ട്രാക്കിനോട് അനുബന്ധമായിട്ടൊരു ട്രെയിൻ മാർക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ട്രെയിൻ മാർക്കറ്റ് ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. ഈ സമയത്ത് ട്രെയിനൊന്നും പോകുന്നില്ല എന്നാണ് പറഞ്ഞത്, എന്നാലും ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് വരാം. വണ്ടി ഒരു ഹൈവേയുടെ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് നമ്മൾ റെയിൽവേ ട്രാക്ക് ലക്ഷ്യമാക്കി നടന്നു. റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിൽ ഇതേ കണ്ടോ, അത്രയും കൺജസ്റ്റഡ് ആയിട്ട്. ഇതെങ്ങനെയാണ് ഇവിടെ സെറ്റിങ്സ്, ജസ്റ്റ് കവേർഡ് ചെയ്തിട്ട് Okay. 130 I cannot give you 150. അല്ല ഇനിയിപ്പോൾ നല്ല ക്വാളിറ്റി ആണ് കൊണ്ടിട്ടോ. 130 എടുത്തോ. അത് ഗൂഗിളേ. How much for that? ഇപ്പോൾ ടൂറിസ്റ്റുകളെ പറ്റിക്കാൻ അവർക്ക് എളുപ്പമല്ല. കാരണം വെച്ചാൽ നമ്മൾ ഉടനടി ഗൂഗിൾ ചെയ്യുന്നു, പ്രോഡക്റ്റ് നോക്കുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് പ്രൈസ് നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് അങ്ങനെ കത്തിപ്പടയ്ക്കാൻ പറ്റില്ല. എനിക്ക് ഇവർ നല്ലപോലെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ട്രെയിൻ മാർക്കറ്റ് ഞാൻ ജസ്റ്റ് എനിക്കൊന്നും തോന്നിയില്ല. ഒരു റെയിൽവേ ട്രാക്കിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കുറച്ച് കടകൾ ഇട്ടിട്ടുണ്ട്. പക്ഷേ എന്തോരം വിദേശികളാണ് വരുന്നതെന്നറിയാം. എത്ര ആൾക്കാരാണ് വന്ന് തിരക്ക് ഇത് മീൻസ് ഇവിടേക്ക് ഇതിന് വേണ്ടി പാർക്ക് ചെയ്തിട്ട് വരുന്ന ജസ്റ്റ് ഒരു ചെറിയൊരു ചന്ത അത്രയേ ഉള്ളൂ. നമുക്ക് എന്താ പറയുക, നമുക്കിപ്പോൾ കേരളത്തിനൊക്കെ നമ്മുടെ ടൂറിസ്റ്റൊക്കെ ഇപ്പോൾ ഏത് ലെവലിലേക്ക് എത്തിക്കാമെന്നറിയാം. കുറച്ചും കൂടിയും ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികളുണ്ടെങ്കിലും കുറച്ച് നല്ല ഐഡിയാസും ജനങ്ങളും നമ്മൾ ഉത്തരവാദിത്തോടുകൂടി പെരുമാറണം. കാരണം നമ്മുടെയും രാജ്യമാണ്. നമ്മൾ വൃത്തിയിലും കാര്യങ്ങളിലും കൊണ്ട് നടന്ന് ആളുകളെ റെസ്പെക്റ്റ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വിദേശ നാണ്യം കൊണ്ടുവരാൻ പറ്റും. ഈ ടൂറിസം മേഖലയിൽ ഇനിയും ഒരുപാട് വളരാൻ പറ്റും. ഞാനിവിടെ ശ്രദ്ധിച്ചത് എല്ലാവരിലും ഈ ഉടുപ്പ് കണ്ട. ഈ തായ്ലൻഡിൻ്റെ ഉടുപ്പ് ഇവിടെ മെയ്ഡ് ഇൻ തായ്ലൻഡ് എന്ന് പറയുന്നത് എല്ലാവരും കൊണ്ടു നടക്കുന്നതാണ്. നല്ല സ്റ്റൈലായിട്ട് ഇടാനും നല്ല കംഫർട്ടാണ്. അവിടെ പോകുമ്പോൾ 100 80 ആവും. മറ്റോട് 130 പറഞ്ഞ നമ്മുടെ നാട്ടിലെ വലിയ നാട്ടിലെ പ്രോട്ടീൻ കിട്ടുന്ന മീനൊക്കെ വെച്ചിട്ടുണ്ട്. ബ്രാല് മോശമൊക്കെ. നടന്നാണ് ഞങ്ങൾ അപ്പുറത്തെ സ്റ്റേഷനിലെത്തിയിട്ടാണ്. ലോങ് സ്റ്റേഷനിൽ മലയാളി ഫുഡ് ട്രെയിൻ 2:30. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ചൈനീസ് ടൂറിസ്റ്റുകളെയും കൊണ്ട് ഒരു ബസ് വന്നിട്ടുണ്ട്. ചൈനീസാണോ സിംഗപ്പൂരാണെന്ന് അറിയില്ല. ജസ്റ്റ് ലുക്സ് ലൈക്ക് ചൈനീസ്. എല്ലാവരും ട്രെയിൻ മാർക്കറ്റ് കാണാൻ വന്നിട്ടുള്ളതാണ് അവിടെ. ഞങ്ങൾ പതുക്കനെ അവിടെ നിന്ന് പോകണേ. അപ്പോൾ ഇതവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞു. അമ്പലം ഒന്ന് കണ്ടിട്ട് നേരെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ബാങ്കോക്കിലുള്ള അമ്പലങ്ങൾ കാണാൻ പോവാം. ഞാൻ ജസ്റ്റ് ചെറുതായിട്ട് ഒറ്റയ്ക്ക് ചൂട്ടത്ത് നടന്നു പോകണം അടുത്തുള്ളൊരു അമ്പലം. ആരും ഒന്നും എഴുതിയിട്ടില്ല. ഉച്ച നേരമായതുകൊണ്ട് ആൾക്കാരും ഇല്ല. ജസ്റ്റ് പോയി കണ്ടിട്ട് വരാം അതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത്. ഇതാണ് അമ്പലത്തിൻ്റെ കോമ്പൗണ്ട്. ഉള്ളിൽ കയറി നോക്കട്ടെ. നല്ല സൂപ്പറായിട്ട്
കല്ല് വിരിച്ചിട്ടുള്ള നടപ്പാത. എന്തോ അവരുടെ ഒരു സെമിനാരി പോലത്തെ ഹാളാണെന്നുണ്ട്. ചെരുപ്പ് ഊരി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ. അമ്പലത്തിന് അവിടെ നിന്ന് പോകണത് ഉപ്പ് തടാകങ്ങളാണ് കേട്ടോ കാണുന്നത്. ഉപ്പ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ലെഫ്റ്റിൽ കാണുന്നത്. അതിങ്ങനെ ബാങ്കോക്കിലേക്കുള്ള യാത്രയിലാണ്.